ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. സ്കൂൾ യുവജനോത്സവത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചപ്പോൾ ഇതൊരു യുവജനോത്സവമാണ്. എന്നെപ്പോലെയുള്ള ഒരാൾക്ക് ഈ യുവജനങ്ങളെ എന്ത് കാര്യമെന്ന് ഞാൻ ആലോചിച്ചു. നിർബന്ധത്തിൽ പറഞ്ഞു ഞങ്ങളാണ് ഈ പരിപാടിക്ക് പറ്റിയ യോഗ്യനായ ആൾ. അദ്ദേഹം കണ്ടുപിടിച്ചത് ഞാനിപ്പോഴും യുവാവാണെന്നുള്ളതാണ്. പക്ഷേ അത് കാഴ്ചയിലുള്ളത് വയസ്സ് 19 ഏതായാലും ഞാൻ വരാമെന്നതായി തീരുമാനിച്ചപ്പോഴാണ് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണുന്നത്. മമ്മൂട്ടി എടുത്തുകൊടുത്തിട്ടായിരുന്നു ഈ പരിപാടിക്ക് വരാം. ഞാനേതായാലും അതിനുമുമ്പ് പക്ഷേ അത്യാവശ്യം ഈ യുവാവാണ് നേരെ ഒരു പുതിയ പാറ്റൊക്കെ തയ്പ്പിച്ചു ഷർട്ടും വേണമെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് വരെ വെക്കാം എന്നുള്ള ധാരണയിൽ എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ അവരൊക്കെ വിചാരിച്ച് പറയുന്നത് അവർ പ്രതീക്ഷിക്കുന്നത് ഒരു മുമ്പ് വെള്ള ഷർട്ടും ഇട്ടാണ് എന്നെ പ്രതീക്ഷിക്കുന്നത്. രാവിലെ ഞാൻ ഇതിൻ്റെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒരു വെള്ള ഷർട്ടോടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊക്കെ അണിഞ്ഞതിനെ മാത്രമേ എനിക്ക് സാധിച്ചുള്ളൂ. ഇത്രയും വലിയ ജനകൂട്ട ഗവൺമെന്റിന് വലിയ പരിഭ്രമമുണ്ട്. ഒന്ന്, ഞാൻ നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ട വാക്കുകളുണ്ട്. രണ്ട്, മഴ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉരുളുകൂട്ടിയിട്ടുണ്ട്. ഈ ജനസമൂഹം മഴ വരുമ്പോൾ അങ്കലാപ്പായി അങ്ങോട്ട് നോക്കി വളരെ എന്തെങ്കിലും സംഭവിക്കുന്ന പേടിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം സംസാരിപ്പിച്ച് നിങ്ങളോട് നിർത്തി മഴ പൊളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ഇതൊരു സ്കൂൾ, ഞാൻ പഠിച്ച കാലത്ത് സ്കൂളല്ലേ. എനിക്ക് 10ാം ക്ലാസ് വരെ സ്കൂളുണ്ട്. ഇപ്പൊ 12ാം ക്ലാസ് വരെ സ്കൂളുണ്ട്. അപ്പൊ എന്റെ കാലത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോഴത്തെ മുതിർന്ന കുട്ടികൾ. ഇവരുടെ കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറിയതും അവരുടെ കലാമത്സരങ്ങളാണ് ഇവിടെ നടന്നത്. അതിൽ ഒരുപാട് പേര് വിജയിക്കുകയും ചെയ്തു, ചിലരെല്ലാം വിജയിക്കാതിരിക്കുകയും ചെയ്തു. കലാപരിപാടികൾ വിജയപരാജയങ്ങൾ ഒരിക്കലും നമ്മുടെ കലാപ്രവർത്തനങ്ങൾ ബാധിക്കരുത്. അതിന് പ്രധാന കാരണം നമ്മൾ അവതരിപ്പിക്കുന്ന കലാപ്രകടനം അതൊരു പ്രകടനം മാത്രമാണ്. ആ ഒരു പ്രകടനത്തിൽ നമ്മുടെ ജയാപജയങ്ങൾ മറ്റുള്ളവരൊപ്പം എത്താൻ സാധിച്ചില്ല എങ്കിൽ കൂടി നമ്മുടെ കലാപരമായ കഴിവുകൊണ്ട് ഒരു കൊണ്ടവും സംഭവിക്കാൻ പോകുന്നു. നമ്മളത് കാലാകാലങ്ങളായി ഞാൻ പറഞ്ഞതുപോലെ തേച്ചു എനിക്ക് വളർത്തി എനിക്ക് എടുത്ത് നമ്മുടെ വീണ്ടും വലിയ വലിയ കലാകാരന്മാരും തരുകയുള്ളൂ. അതുകൊണ്ട് മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവരും കലാലോകത്ത് അവസരങ്ങൾ ഒരുപോലെയാണ്. ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോലും സാധിക്കാത്ത ആളാണ് ഞാൻ.
നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനും അർഹത നേടിയെങ്കിൽ ഈ കലാപരിപാടിയിൽ പങ്കെടുത്ത വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ഒരുപോലെ ഒരുപാട് അവസരങ്ങളുണ്ടാകും. ഇവിടുത്തെ കലാരൂപങ്ങൾ ഏറ്റവും വലിയ മാതൃകകളാണ്. ഇവിടെ ക്ഷേത്രകലകളുണ്ട്, മാപ്പിളപ്പാട്ട് മത്സരമുണ്ട്, കൈകൊട്ട് മത്സരമുണ്ട്, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും ഒരു വിവേചനവും ഇല്ലാതെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒട്ടും വിവേചനമില്ലാത്തൊരു കൂട്ടിച്ചേരൽ സമ്മേളനം, കലകളുടെ സമ്മേളനം ഇതുപോലെയുള്ള യൂത്ത് ഫെസ്റ്റിവലുകളിലായിരിക്കും. നമ്മുടെ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് അനാവശ്യമായ ചിന്തകളില്ലാതെ ഒരു വിവേചനങ്ങളോ വേദനകളോ ഇല്ലാതെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആരാണ്, കൂടെയുള്ളവരാരാണ്, നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ സഹപാഠിയാണ്, നമ്മുടെ കൂടെ പരിപാടി നമ്മുടെ ഒരു കൂട്ടുകാരനാണ് അല്ലെങ്കിൽ കൂട്ടുകാരിയാണെന്ന ബോധത്തിൽ തന്നെയാണ് നിങ്ങളുടെ ഈ പരിപാടികളിലൂടെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ കൂട്ടായ ശ്രമത്തിൽ നമ്മൾക്ക് വിജയങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് അവർ മനസ്സിലാക്കുന്നത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിൻ്റെ വാതിലിൽ നിന്ന് കത്തിച്ചാൽ ക്ലാസ്സിൽ എത്തുമ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ അവസാന പുക കിട്ടുക. അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചു എന്ന് എനിക്കറിയില്ല. ആ സിഗരറ്റ് വലിച്ച് ഒരുപാട് വിവേചനങ്ങൾ വേണമെങ്കിൽ നമുക്ക് തോന്നാവുന്ന ആളുകളുണ്ടാകും. അതൊന്നും അന്ന് വിദ്യാർത്ഥികളെ ഞങ്ങളെ ബാധിച്ചിട്ടില്ല. ഇന്നും നമ്മുടെ വിദ്യാർത്ഥികളെ ബാധിച്ചിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണബോധമുണ്ട്. ഈ കൊല്ലത്ത് ഇത്തരൊരു വലിയ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ച സംഘാടകരോട് ഇത്രയേറെ സഹകരണത്തോടെ ഇത്രയേറെ ആവേശത്തോടുകൂടി ഇതിൻ്റെ പുനർസമാപ്തി കാണുവാനും ഈ ഉത്സവങ്ങൾ കാണുവാനും മത്സരങ്ങൾ കാണുവാനും ഒരു പരിമിതികളുമില്ലാതെ അവരെ പ്രോത്സാഹിപ്പിച്ച് കിരീടം ചാർത്തുവാനും പ്രോത്സാഹിപ്പിച്ച് ഇവിടുത്തെ ജനങ്ങളോട് കൂടെ നമ്മൾ പറയുന്നത്. കാരണം കൊല്ലക്കാർക്കല്ല ഇവിടെ സമാധിക്കുകയും കണ്ണൂർക്കാർക്ക് കണ്ണൂർ അതുപോലെ വേണമെങ്കിൽ കൊല്ലക്കാരെ എല്ലാവരെയും കൂടെ പ്രോത്സാഹിപ്പിച്ച് നമ്മൾ ഉണ്ടാക്കാം. അങ്ങനെ പാടില്ല, അങ്ങനെ ചെയ്യുന്നില്ല. അത് തന്നെ ഈ കൊല്ലക്കാരുടെ മഹത്വമായിട്ട് തന്നെയാണ് ഈ മനസ്സാണ് നമ്മുടെ കേരളം. ഇതാണ് നമ്മൾ മലയാളികൾ, ഇതാണ് നമ്മൾ കേരളീയർ. ഇതെന്നെ നമ്മൾ അങ്ങോട്ട് പുലർത്തും എന്ന് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വിശ്വാസമുണ്ട്. ഇനിയും ഇതുപോലെയുള്ള മഹത്തരങ്ങളായ കലാപ്രകടനങ്ങൾ കളിക്കാൻ എല്ലാ പാർട്ടിസിപ്പൻസിനും എല്ലാവർക്കും ആശംസകൾ നേരുന്നു. കൊല്ലം വീണ്ടും കാരണം കൊല്ലം ഒരു വ്യത്യസ്തമായ ജനസമൂഹമുള്ള സ്ഥലം. കൊല്ലത്തില്ലാത്തതൊന്നുമില്ല. ഞാൻ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഇവിടുത്തെ മത്സ്യസമ്പത്തിനെ പറ്റി പറയുണ്ടായി. അത്രയും എന്നതാണ് ഞാൻ എട്ടാം ഷൂട്ടിംഗ് കോളേജ് ഹോസ്റ്റൽ ഏറ്റവും നല്ല മീൻ കിട്ടുന്നതും ഇവിടെ തന്നെയാണ്. കൊല്ലം എല്ലാം കൊണ്ടും സമ്പുഷ്ടവും സമ്പന്നവുമാണ്. നല്ല മനുഷ്യർക്കും സമ്പന്നമാണ്, നല്ല പ്രകൃതി സമ്പത്തും സമ്പന്നമാണ്. കൊല്ലം വേണ്ട, ഇല്ലം വേണ്ട. ഒരിക്കൽ കൂടി എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. ഫ്രണ്ടിലോട്ട് ഇപ്പൊ നടക്കില്ല. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ്
നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.